മക്കളെ, ജെറുസലേം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്ക് വില കൊടുത്തല്ലേ നമ്മൾ എല്ലാവരും ഇരിക്കുന്നത്. കർത്താവ് നമ്മുടെ പക്കലേക്ക് കടന്നു വന്ന് നമ്മെ ഓരോരുത്തരെ ശക്തിപ്പെടുത്തിക്കൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ട് കർത്താവ് പറയുന്ന വചനം കേൾക്കണ്ടേ? ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 14-ാം വാക്യം, എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. മക്കളെ, സ്നേഹപിതാവാണ് നമ്മുടെ ദൈവം. അമ്മ ഒരു കുഞ്ഞിനെ തന്റെ ശരീരത്തെ കഴുകി വൃത്തിയാക്കുന്നത് പോലെ പിതാവായ ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും പാപക്കറകൾ കഴുകി കളഞ്ഞുകൊണ്ട് യേശുവിന്റെ പ്രിയപ്പെട്ടവരാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. വചനം ഓർമ്മപ്പെടുത്തുന്നു, സമാധാനം നഷ്ടപ്പെട്ട കാലത്ത് സമാധാനത്തിന്റെ പ്രവാചകനായി തീരാൻ നിന്നെ, നിന്റെ കുടുംബത്തെ, നിന്റെ തറവാടിനെയാണ് കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇന്ന് കുടുംബത്തിൽ സമാധാനമില്ല, സമൂഹത്തിൽ സമാധാനമില്ല. സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് ദൈവമായ കർത്താവ് നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. എന്റെ ഹൃദയത്തിന്റെ വിശുദ്ധി, എന്റെ ശരീരത്തിന്റെ വിശുദ്ധി, എന്റെ കുടുംബത്തിന്റെ വിശുദ്ധി കരഗതമായി തീരുവാൻ ഇതാ ഈശോ നമ്മുടെ ഇടയിലൂടെ കടന്നു വരികയാണ്. ഓരോ ദിവസവും ഓരോ തിരുവചനത്തിലൂടെ നമ്മുടെ പാപക്കറകൾ കഴുകി കളഞ്ഞുകൊണ്ട് കുരിശിനോടും ക്രൂശിനോടും ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് ദൈവരാജ്യത്തിന്റെ വലിയ പ്രചാരകരായി തീരുവാൻ, സുവിശേഷ ശുശ്രൂഷകരായി തീരുവാൻ ഈശോ നമ്മെ മാടി വിളിക്കുകയാണ്. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാന്തർപരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നാം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും ഈ കൂട്ടായ്മയോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.